കറുകുറ്റയിലെ 6 മാസം പ്രായമായ ഡൽന മരിയ സാറ ഒരു നോവാണ്. ഇനിയും എത്രയോ കാലം ഈ ലോകം കണ്ടും അറിഞ്ഞും ജീവിക്കേണ്ട ആ കുഞ്ഞു ജീവൻ ഇല്ലാതാക്കിയത് സ്വന്തം മുത്തശ്ശി. മാതാവ് കുഞ്ഞിനെ അടുത്തുകിടത്തി അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു മുത്തശ്ശി ക്രൂര കൊലപാതകം നടത്തിയത്. മാനസിക പ്രശ്നമുള്ള സ്ത്രീയാണവർ. ആശുപത്രിയിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് സംഭവം കൊലപാതകം എന്ന ചുരുളഴിച്ചത്. മുത്തശ്ശി റോസ്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യത്തിനു ശേഷം അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച റോസ്ലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൊലയ്ക്ക് ശേഷം ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. കാണാം ബിഗ് സ്റ്റോറി. റൂത്തും ആന്റണിയും കറുകുറ്റി ചീനിയിലുള്ള റൂത്തിന്റെ വീട്ടിലാണ് നാളുകളായി താമസിക്കുന്നത്. ഇവരെ കൂടാതെ റൂത്തിന്റെ രക്ഷിതാക്കളും വീട്ടിലുണ്ട്. അമ്മ നാളുകളായി മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്ന് കഴിക്കുന്നയാളാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. സംഭവം നടക്കുന്ന അന്ന് രാവിലെ 9:30 റൂത്ത് കഞ്ഞിയെടുക്കുന്നതിനായി അടുക്കളയിൽ പോകുന്നതിന് വേണ്ടി കുഞ്ഞിനെ അമ്മയുടെ അരികിൽ കിടത്തി. അല്പസമയങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയ റൂത്ത് കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ്. രാവിലെ ഓഫീസിൽ പോകാൻ റെഡി ആവുന്ന സമയത്ത് അവിടെ ഭയങ്കര കരച്ചിലായിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച് അവിടുത്തെ ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ അതിനെന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചെനിക്ക് ഓടിച്ചെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ മുറ്റത്ത് തന്നെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് കൊച്ചിൻ്റെ അച്ഛൻ കുട്ടീനെ എടുത്തിട്ട് മുട്ടിൽ നിൽക്കുക. കുട്ടിയുടെ തലേനോട്ട് ബാക്കി ഭയങ്കര ചോര ഒലിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ മരിച്ച് വീണതായിരിക്കും കരുതി. കരട്ടുമ്പോൾ തന്നെ കുട്ടി തലത്ത് വീണതായിരിക്കും. 6 മാസം പ്രായമല്ലോ. അപ്പോൾ എൻ്റെ പരിചയിച്ചപ്പോൾ എന്താ കടിച്ചാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ നോക്കിയപ്പോൾ എന്തായാലും അപ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനപ്പോൾ തന്നെ ഒന്ന് കാർ എടുത്തിട്ട് വേഗം വന്ന് അവിടുത്തെ ഒരച്ഛനും അമ്മേനെയും ഈ അയൽപ്പത്തിൽ സച്ചിവനും പയ്യനും കൂട്ടിയിട്ട് നേരെ അപ്പോഴേക്ക് പോയി ചെയ്തത്. ഒന്ന് കുറിച്ച് കരയണമൊന്നും കേട്ടില്ല. ഒരച്ഛനും അമ്മയും കൂടി ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞൊന്നും നോക്കിയിട്ടുണ്ടല്ലോ. കാരണം നമ്മളത്ര സ്പീഡിൽ പോകുന്നതുകൊണ്ട് വിട്ടടിച്ച് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇത്തിരി എന്താണ് പൾസൊക്കെ കുറവാണ് കുട്ടിക്ക്. കുട്ടികൾക്ക് കൊടുത്ത് സീറ്റാർ കൊടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 9:30 ആയപ്പോഴേക്കും 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ കുട്ടി മരിച്ചു. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ 6 മാസം പ്രായമുള്ള ഡെൽന മരിയ സാറ ലോകം കണ്ടു തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുൻപ് തന്നെ മുത്തശ്ശിയുടെ ക്രൂരതയിൽ ഇല്ലാതെയായി ആ കുരുന്ന്. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി. കുഞ്ഞിനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കൊലപാതക ശേഷം അമിതമായ ഗുളിക കഴിച്ച് മുത്തശ്ശി ആത്മഹത്യക്ക് ശ്രമിച്ചു. പോലീസ് കസ്റ്റഡിയിൽ തന്നെ മുത്തശ്ശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ രാവിലെയാണ് ഒരു 10 മണിയായപ്പോഴാണ് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വെളി വന്നത്. ഇങ്ങനെ കൊച്ചിന്റെ അഡ്രസ്സ് അറിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് പറയണത് ഇങ്ങനെ കറുകുറ്റി പഞ്ചായത്തില് കരിപ്പാല അവിടെയുള്ള പയ്യപ്പള്ളി വീട്ടില് ഡെൽന മരിയ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചിന്റെ 6 മാസം പ്രായമുള്ളൂ കൊച്ചിങ്ങനെ മരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കൊച്ചിന്റെ അമ്മയോട് ചോദിച്ചാൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിനെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് അടുക്കള പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടിയെ ഈ രീതിയിലാണ് കാണുന്നത് എന്നാണ് പറഞ്ഞത്. കഴുത്ത് മുറിഞ്ഞ് ഏകദേശം വിടാറായ രീതിയിലാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അമ്മൂമ്മയുടെ അടുത്താണ് കിടത്തിയതെന്ന് പറയുന്നത്. അമ്മൂമ്മയുടെ ഇപ്പൊ എനിക്കറിയാം അവസാനം അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്ന് കത്തി പുറത്തുനിന്ന് കിട്ടിയതായിട്ട് അറിയുന്നു. അമ്മൂമ്മയുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഇവിടേക്ക് ബ്ലഡ് ഉള്ളതായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മൂമ്മയിലേക്കാണ് പോകുന്നത്. ആളൊരു വിഷാദ രോഗത്തിന് ഇതൊക്കെയാണെന്ന് പറയുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തി. കേസിൽ മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ പ്രേരണയുണ്ടോ എന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.